എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാണിക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അതിനൊപ്പം തന്നെ ഒരു ചില്ലി ചിക്കനും കൂടിയും ചെയ്തിട്ടുണ്ട്. അതടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, പിന്നെ കുറച്ച് ബീൻസ്, കാബേജ്, പിന്നെ ഒരു ഒനിയൻ, പിന്നെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് ഭാഗം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് വേവ് കൂടുതലാണ്, അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. പിന്നെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് ഒലിവ് ഓയിലിൽ ചെറുതായി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 5 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഓയിൽ എങ്ങനെ യൂസ് ചെയ്യാം. ഫസ്റ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി മൂക്കൊന്നും വേണ്ട, അതിലേക്ക് തന്നെ സബോള ചേർക്കാം. സബോള ചെറുതായി ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഫ്രൈഡ് റൈസിൽ ചേർത്ത് കൊടുത്താൽ മതി, പിള്ളേർ കഴിച്ചോളും. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര മടിയാണ്. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർ പെട്ടെന്ന് കഴിക്കാറുണ്ട്. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വെജിറ്റബിളിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം നന്നായി കൂട്ടി വെക്കണം, എന്നാലേ ഫ്രൈഡ് റൈസിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ റൈസ് വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് റൈസ് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗും പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഫ്ലെയിം നന്നായി കൂട്ടി വെച്ച കാരണം അടിയെ പിടിക്കാതെ നോക്കണം. ലാസ്റ്റായിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ഭാഗം നമ്മൾ മാറ്റി വെച്ചിരുന്നു, അത് ആഡ് ചെയ്യാം. അത് ഇറക്കണ നേരത്തെ ആഡ് ചെയ്താൽ അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.